താണ്ഡവം. രചനാ സംഭാഷണം രുദ്രപ്രിയ. പ്രസിഡന്റ് വന്ന് പറഞ്ഞിട്ട് പോയ കാര്യം ബാലയോട് പറയണമോ വേണ്ടോയോ എന്ന് ആദ്യം ആലോചിച്ചു. എന്നാൽ അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് ബാലയ്ക്ക് മനസ്സിലായി. ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി പോകുന്നവൻ്റെ പിന്നാലെ തന്നെ ബാലയും വച്ചു പിടിച്ചു. റൂമിൽ കയറി ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് മുഴുകുകയായിരുന്നു ആദി. തൊട്ട് പിന്നാലെ തന്നെ ബാലയും എത്തി ഡോർ ലോക്ക് ചെയ്തു. എന്ത് പറ്റി അച്ചുവേട്ടാ? പ്രസിഡന്റ് വന്നിട്ട് പോയതിൽ പിന്നെ ആകെ ഒരു വിഷമം പോലെ. അവനെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തുമ്പോൾ ആദ്യം അവളെ കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വീണു. ആഹാ, ഇപ്പോൾ ഇതാണ് നന്നായത്. വിട്ടേ ആദ്യേട്ടാ, കളിക്കാതെ കാര്യം പറ. ദേഷ്യപ്പെടുമ്പോൾ പെണ്ണിൻ്റെ ചുണ്ടും മുഖവും ഒക്കെ കൂർത്തു വരും. അത് കാണാൻ തന്നെ ആദിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കാരണമൊന്നുമില്ലെങ്കിലും പെണ്ണിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കും. എവിടെയായി എൻ്റെ കുഞ്ഞിൻ്റെ ദേഷ്യം ഇരിക്കുന്നത്? ഒന്ന് കാണിച്ചു തരാമോ? അവളുടെ പഞ്ഞിക്കെട്ട് പോലെയുടെ വയറിൽ ഇക്കിളിയിട്ടുകൊണ്ട് ആദി ചോദിച്ചു. ആദ്യേട്ടൻ വെറുതെ എന്നോട് പറയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കള്ളം കാണിക്കുന്നതാണ്. പെണ്ണിനിപ്പോൾ ശരിക്കും ദേഷ്യം വന്നു തുടങ്ങി. പ്രസിഡന്റ് എന്താ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദി എഴുന്നേറ്റിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ബാലയും എഴുന്നേറ്റപ്പോൾ അവൻ അവളെ മടിയിൽ പിടിച്ചിരുത്തി. അത് വേറെ ഒന്നുമല്ലടാ. സീരിയസ് കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാം. ഇങ്ങനെ വളച്ചു കിട്ടാതെ കാര്യം എന്താണെന്ന് പറ. നമ്മുടെ ലക്ഷ്മിയുടെ ആ കേസില്ലേ, അനിലില്ലേ? ലക്ഷ്മിയുടെയും അനിലിൻ്റെയും പേര് ഒരുമിച്ച് പറഞ്ഞപ്പോൾ അവളുടെ മുഖം പരിഭ്രമത്താൽ നിറഞ്ഞുപോയി. ഇനിയും എന്തെങ്കിലും പ്രശ്നം? അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ആദിക്കത് മനസ്സിലായി. എൻ്റെ പൊന്നു കുഞ്ഞേ, നീ ഇങ്ങനെ ഭയപ്പെടാൻ വേണ്ടി ഒന്നുമില്ല. ഞാനൊന്ന് മുഴുവനും പറഞ്ഞോട്ടെ. എനിക്കിപ്പോൾ എന്ത് കേട്ടാലും പേടിയാ അച്ചുവേട്ടാ. നമ്മുടെ അനിൽ പ്രസിഡന്റിനെ കാണാൻ ചെന്നിരുന്നു. അന്നത്തെ ആ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് വർഷമായില്ലേ. അവനിപ്പോഴും ലക്ഷ്മിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അവൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് ഇവിടെ വന്ന് നമ്മളോട് സംസാരിക്കാൻ അവന് ഭയമാണ്. അതുകൊണ്ടാണ് പ്രസിഡന്റിനോട് ഇക്കാര്യം പോയി സംസാരിച്ചത്. ഞാനിതിന് എന്ത് മറുപടിയാ ബാല പറയേണ്ടത്? ആദി ബാലയുടെ മുഖത്തേക്ക് നോക്കി. ഇക്കാര്യത്തിൽ നമ്മളല്ലല്ലോ ആദ്യേട്ടാ മറുപടി പറയേണ്ടത്. ഇക്കാര്യത്തിൽ തീരുമാനം മുഴുവനും ലക്ഷ്മിയുടേതാണ്. അവളുടെ തീരുമാനത്തിന് കൂട്ടുനിൽക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ജോലി. ദാറ്റ്സ് മൈ ഗേൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദ്യം അവളുടെ കവിളിൽ പിച്ചി. ഈയൊരു മറുപടിയാണ് ഞാൻ നിന്നിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ബാല. എന്തായാലും അവളോട് ഇതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കണം. അവളും അറിഞ്ഞിരിക്കട്ടെ കാര്യങ്ങൾ. ഇത്രയും നാൾ അവൾക്ക് വേണ്ടി കാത്തിരിക്കാൻ അവന് കഴിഞ്ഞല്ലോ. ചിലപ്പോൾ പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ ചെയ്തു പോയതായിരിക്കും അല്ലേ ആദ്യേട്ടാ? എങ്കിലും അവൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ. ബാല പകുതിയിൽ നിർത്തി. ആദ്യ ചോദ്യചിഹ്നത്തോടെ അവളെ നോക്കി. പറയൂ ബാല, അവൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഈ ആലോചനയുമായി മുന്നോട്ട് പോകുന്നത് നല്ലതാണെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? അതിനവൾ മറുപടിയൊന്നും പറയാതെ ആദ്യയെ തന്നെ നോക്കി. അവനതിന് ചിരിച്ചു. തൽക്കാലം അവളോട് ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട. ആദ്യം അവളുടെ ജോലിയെന്ന് ശരിയാക്കി അവളുടെ മൈൻഡ് ഓക്കെ ആവട്ടെ. അതിനുശേഷം നമുക്ക് പതിയെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാം. എടുത്തുചാടിയുള്ള തീരുമാനം ചിലപ്പോൾ ഒന്നും നല്ലതിനാവില്ല. അച്ചുവേട്ടൻ ഇന്നിനി ഓഫീസിൽ പോകുന്നില്ലേ? പെണ്ണ് കൂർത്ത മുഖത്തോടു കൂടി ചോദിച്ചു. ആദ്യം അതിന് ഭംഗിയായി ചിരിച്ചു. വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ ആദ്യേട്ടാ? എന്താടി, എന്താ വിശേഷം? അത് പിന്നെ അമ്മ പറഞ്ഞു ഉണ്ണിക്കണ്ണൻ്റെ അമ്പലത്തിൽ ഒരു തൊട്ടിൽ കെട്ടണമെന്ന്. ആദ്യം ഒറ്റ പുരികമുയർത്തി അവളെ നോക്കി എന്താണെന്നുള്ള ഭാവത്തിൽ. എന്നാൽ പെണ്ണാണെങ്കിൽ മുഖം പൊത്തിക്കളഞ്ഞു. ഇത്രയും നാണിക്കാൻ വേണ്ടി എന്താ ബാല? അവളുടെ മുഖത്തെ കൈപിടിച്ച് മാറ്റിക്കൊണ്ട് ആദി ചോദിച്ചു. അത് നമ്മുടെ മോനൂട്ടന് കൂട്ടായി കുഞ്ഞാദിയോ ബാലയോ വേണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം. അത് പറയുമ്പോൾ പെണ്ണിൻ്റെ മുഖത്തെ നാണവും ചുവപ്പും ആദി ഏറെ നേരം നോക്കിയിരുന്നു. അപ്പോഴാണ് അവനും അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത്. അതിനിങ്ങനെ കണ്ണും പൊത്തി നാണിച്ചു മാറിയിരുന്നാൽ എങ്ങനെയാ പെണ്ണെ? കഷ്ടപ്പെടാൻ തയ്യാറാകണം. തൽക്കാലം നമുക്ക് കുഞ്ഞ് ബാല മതി. അതിനുശേഷം മതി കേട്ടോ ആദി. പറഞ്ഞുകൊണ്ട് ആദ്യം അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളും കഴുകി വീട് തൂത്തു തുടച്ച് അമ്മയുടെയും ലക്ഷ്മിയുടെയും തുണികളൊക്കെ അലക്കി വിരിച്ച് കുളിയും കഴിഞ്ഞ് മുറ്റത്തേക്ക് വന്നിരിക്കുകയാണ് ലക്ഷ്മി. അടുത്ത് തന്നെ അമ്മയും ഇരിപ്പുണ്ട്. ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ നിന്നും വരാൻ സമയമായി. അവനെ കാത്തിരിക്കുകയാണ്. എന്നും പതിവുള്ളതാണ് ഈ ഇരുത്തം. അമ്മയും മോളും കൂടി പതിവ് കാത്തിരിപ്പ് തുടങ്ങിയോ? ചോദിച്ചുകൊണ്ട് ഒതുക്കുകൾ കയറി ജയ വന്നു. അവരുടെ കയ്യിൽ അടച്ചു വെച്ച ഒരു പാത്രവും. ഇന്നെന്താ മാമി കഴിക്കാനായിട്ട്?
ലക്ഷ്മി സന്തോഷത്തോടു കൂടി മുറ്റത്തേക്ക് ഇറങ്ങി ചോദിച്ചു. ഒരുപാട് ഒന്നുമില്ലടി. ഇന്ന് നമ്മുടെ പ്രസിഡന്റിൻ്റെ വീട്ടിലായിരുന്നു തൊഴിലുറപ്പ് പണി. അവിടെ പറമ്പും മറ്റും കിളച്ച് വൃത്തിയാക്കുന്നതിന് ഇറങ്ങാൻ നേരം കുറച്ച് കാച്ചിലും മധുരക്കിഴങ്ങും ചേമ്പും ഒക്കെ തന്നു. അവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനെല്ലാം കൂടി പുഴുങ്ങി ഇങ്ങെടുത്തു. നീ കുറച്ച് കാപ്പി അനത്തി എടുത്തുകൊണ്ട് വാ, നമുക്കിത് കഴിക്കാം. ജയ പറയുമ്പോൾ ലക്ഷ്മി ഉത്സാഹത്തിൽ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ജയ സുമയുടെ അടുത്തേക്ക് ഇരുന്നു. എന്താടി മുഖം വല്ലാതിരിക്കുന്നത്? നിനക്കെന്താ വയ്യേ? അതൊന്നുമില്ല. ലക്ഷ്മിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ. അകത്തേക്ക് നോക്കി ലക്ഷ്മി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് സുമ പറഞ്ഞു. അതെന്താ ലക്ഷ്മിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിനക്ക് പെട്ടെന്നൊരു സങ്കടം? ലക്ഷ്മി ഇനി പഴയതുപോലെ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് പെട്ടോ എന്നായിരുന്നു ജയയുടെ സംശയം. അതൊന്നുമില്ലടി, കെട്ടിക്കാനുള്ള പ്രായമായി വരികയല്ലേ. അവളെ കൂടി ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചാലേ എനിക്ക് മനസ്സമാധാനമാകൂ. അതാണോ? നിന്റെ പറച്ചിലും മറ്റുമൊക്കെ കണ്ട് ഞാൻ പേടിച്ചു പോയി. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ പൊന്നുമംഗലത്തേക്കൊന്ന് പോകണം. എനിക്കിപ്പോൾ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും അവർ മാത്രമല്ലേ ഉള്ളൂ. ലക്ഷ്മിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കണം. സുമ പറഞ്ഞു നിർത്തി. അതിന് നീ പറഞ്ഞത് നേരാണ്. ഒന്നുമില്ലെങ്കിലും ആദികൊച്ച് നല്ലവനാണ്. ലക്ഷ്മിക്ക് പറ്റുന്ന നല്ലൊരു ബന്ധം തന്നെ അവർ നോക്കിത്തരും. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ. അപ്പോഴേക്കും ലക്ഷ്മി കട്ടൻ ചായയും കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. മോനൂട്ടനെയും ഒരുക്കി ഇറക്കി ബാലയും റെഡിയായി. അപ്പോഴേക്കും ആദ്യം പുറത്തേക്ക് വന്നു. അമ്മയ്ക്കും കൂടി വരായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും അമ്മയ്ക്ക് മടിയാണ്. ഈ പെണ്ണാണ് അമ്മയെ വഷളാക്കുന്നത്. ആദ്യ ബാലയെയും അമ്മയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്താടാ പറയുന്നത്? അവൾ എന്നെ വഷളാക്കാനോ? എങ്ങനെ? അമ്മ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ഇവൾ വന്നതിന് ശേഷം അമ്മ പതിവുകളങ്ങ് നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ. പണ്ടെനിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ ഭഗവാനോട് ഒരപേക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മോളെ നിൻ്റെ ഭാര്യയായി തരണമേ എന്ന്. ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കിച്ചിരി മടിയായി അമ്പലത്തിൽ പോകാൻ. അങ്ങനെ മടിയും പിടിച്ചിരുന്നാൽ പറ്റില്ല. അമ്മ കൂടി റെഡിയായി വന്നേ, നമുക്ക് ഒരുമിച്ച് പോകാം. ഇപ്പോൾ തന്നെ അമ്മയ്ക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുതലാണ്. ഇത്തിരി ദൂരമല്ലേ ഉള്ളേ അമ്മു, നമുക്ക് നടക്കാന്നേ. ആദ്യ അവസാന വാക്കെന്നവണ്ണം പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് ശരിയാണെന്ന് ബാലയ്ക്കും തോന്നി. അമ്മയെ നിർബന്ധിപ്പിച്ച് 3 പേരും ഒരുമിച്ചിറങ്ങി. കുഞ്ഞിനെ ആദ്യ കയ്യിലെടുത്തു. ബാല അമ്മയോടൊപ്പം നടന്നു. അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വല്ലാത്ത മനസ്സമാധാനവും സന്തോഷവും തോന്നി മംഗലത്തമ്മയ്ക്ക്. ഈയിടെയായി വല്ലാത്ത മടിയാണ്. പ്രായത്തിൻ്റെ അവശത ശരീരം കാണിച്ചു തുടങ്ങിയതായിരിക്കും. കഴിഞ്ഞ തവണ ചെക്കപ്പിൽ ബിപിയും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുതലായിരുന്നു. എന്തായാലും പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിച്ചപ്പോൾ തന്നെ പകുതി സമാധാനം. തിരികെ വരുമ്പോൾ ബാലയുടെ വീട്ടിലേക്കും കയറി. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് രാമനാമം ചൊല്ലുന്നതിനിടയിലാണ് പ്രതീക്ഷിക്കാതെ ആദിയും ബാലയും മംഗലത്തമ്മയും വരുന്നത്. അമ്മേ, ഇതാരാണെന്ന് നോക്കിയേ. അകത്തിരുന്ന് സീരിയൽ കാണുന്ന സുമയെ ലക്ഷ്മി എത്തി നോക്കി ഉറക്ക വിളിച്ചു പറഞ്ഞു. മുറ്റത്തേക്കിറങ്ങി ബാലയുടെ കയ്യിലിരുന്ന മോനൂട്ടനെ വാങ്ങി. അപ്പോഴേക്ക് സുമയും പുറത്തേക്കിറങ്ങി വന്നു. ആഹാ, ഇതാരൊക്കെയാ? എന്താ മോളെ നീ ഒന്ന് വിളിക്ക പോലും ചെയ്യാതെ വരുന്ന വിവരത്തിന്? എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് ഞാൻ വിളിച്ചറിയിക്കണോ അമ്മ? ഞങ്ങൾ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് കയറിയതാണ്. സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ബാല അകത്തേക്ക് പോയി കട്ടൻ ചായയുമായിട്ട് വന്നു. തൊട്ട് പിന്നാലെ തന്നെ കയ്യിൽ മധുരക്കിഴങ്ങുമായി ലക്ഷ്മിയും. ലക്ഷ്മിയെ ആദ്യം തൻ്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി. നിന്റെ ജോലിക്കാരി ശരിയായിട്ടുണ്ട്. ലക്ഷ്മി സന്തോഷം കൊണ്ട് വിടർന്ന മുഖത്തോടെ എല്ലാവരെയും നോക്കി. നമ്മുടെ കമ്പനിയിൽ തന്നെയാണ്, തൽക്കാലം റിസപ്ഷനിൽ. മീര കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്താ അതുപോലെ നിനക്ക്? ചോദിക്കുമ്പോൾ ലക്ഷ്മി നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി ആദിയെ നോക്കി. നന്ദിയോടുകൂടി അവൻ്റെ ഇരുകൈയും ചേർത്ത് പിടിച്ചു. അയ്യേ, എന്താ പെണ്ണേ, നീ കരയുവാണോ? എൻ്റെ പെങ്ങളെ എൻ്റെ ഓഫീസിൽ തന്നെ നിർത്താൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ നിനക്ക് ജോലിക്ക് പോകണമെന്ന് അത്രയ്ക്ക് നിർബന്ധമായതുകൊണ്ട് തൽക്കാലം ഞാനൊരു ട്രെയിനിങ് തരുന്നു എന്ന് കരുതിയാൽ മതി. എന്തായാലും നിൻ്റെ ബയോഡേറ്റയും മറ്റുമായി നാളെ വീട്ടിലേക്ക് വന്നാൽ മതി. നമുക്ക് ഒരുമിച്ച് പോകാം. നിനക്ക് ഇപ്പോൾ ഒരു ജോലിയുള്ളത് നല്ലതാണ്. ഒരു വിവാഹാലോചന വന്നാൽ തന്നെയും പറയാമല്ലോ പെണ്ണിന് ജോലിയുണ്ടെന്ന്. ആദി പറഞ്ഞു. ആദ്യം ജോലി, സ്വന്തം കാലിൽ നിന്നതിന് ശേഷം വിവാഹം, അത് മതി. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ മുഖത്തെ തിളക്കം മാറി. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചു. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും ഒന്നും മിണ്ടിയില്ല. എന്നാൽ പിന്നെ ഇനിയും ഇരുന്ന് വൈകുന്നില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. വീട്ടിലെത്തി ഡ്രസ്സും മാറി രാത്രിയിലത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കുന്നതിനായി ബാല അടുക്കളയിൽ കയറുമ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ആദിയും എത്തി. ബാല ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ആദ്യ മുട്ടക്കറി ഉണ്ടാക്കുന്നതിനുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു. ഹോളിലിരുന്ന് TV കാണുമെങ്കിലും മംഗളത്തമ്മയ്ക്ക് ഇതൊക്കെ ഇപ്പോൾ പതിവ് കാഴ്ചകളാണ്. ഭാര്യയെ സഹായിക്കാനായി മുണ്ടും മുറുക്കി പോകുന്ന ആദി.
കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ TV ഓഫാക്കി റൂമിലേക്ക് പോയി. ചപ്പാത്തി കുഴയ്ക്കുന്നവരുടെ പിന്നിലൂടെ ചെന്ന് നിന്ന് ആദ്യം അവളെ ചുറ്റി വരിഞ്ഞു. പെണ്ണ് എത്തിക്കുത്തി ഹാളിലേക്ക് നോക്കി. ഇല്ലടി, അമ്മ എപ്പോഴേ റൂമിലേക്ക് പോയി. കുസൃതിയോട് പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖമിറുക്കി.